ഒനിയുടെ 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് സ്ക്രീൻ വരത്തില്ല. സ്ക്രീൻ വരത്തില്ല എന്ന് പറയുമ്പോൾ ബ്രൈറ്റ് കൂട്ടുമ്പോൾ ബ്ലൂ ബാക്കോ അല്ലെങ്കിൽ ഗ്രെയിൻസോ ഒന്നും വരത്തില്ല. അതിന് പകരം റീട്രേസ് ലൈനാണ് വരുന്നത്. ഓക്കെ, ബ്രൈറ്റ് കൂട്ടുമ്പോൾ ഒരു റീട്രേസ് ലൈൻ വരും, വേറെ സ്ക്രീൻ ഒന്നും വരത്തില്ല. എന്നിട്ട് ബ്രൈറ്റ് കുറയ്ക്കുമ്പോൾ ഫുൾ ആ റീട്രേസ് ലൈൻ എല്ലാം പോയി ഫുൾ ബ്ലാങ്ക് ആയിട്ട് അങ്ങ് നിൽക്കും. സാധാരണ ചിലത് ഫുൾ വൈറ്റ് കളറിൽ റീട്രേസ് ലൈൻ മൊത്തത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ബ്രൈറ്റ് കുറയ്ക്കുമ്പോൾ പോലും റീട്രേസ് ലൈൻ പോകത്തില്ല. പക്ഷേ ഇത് അങ്ങനത്തെ കംപ്ലൈൻ്റ് അല്ല. LOTയിൽ ബ്രൈറ്റ് കുറയ്ക്കുമ്പോൾ റീട്രേസ് ലൈൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. സാധാരണ ബ്രൈറ്റ് കുറയ്ക്കുമ്പോൾ സ്ക്രീനൊക്കെ വരാനുള്ളതാണ്. പക്ഷേ ഇത് സ്ക്രീൻ വരുന്നില്ല, മറിച്ച് ഫുൾ ബ്ലാങ്ക് ആയി പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രൈറ്റ് കൂടുമ്പോൾ റീട്രേസ് ലൈനാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇത് ബേസ് ബോർഡിലും ഇങ്ങനത്തെ ഫോൾട്ട് ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ബോർഡിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരാം. ഇതിപ്പോൾ ട്യൂബിൻ്റെ ഫിലമെൻ്റ് കത്തുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീൻ പക്ഷേ വരുന്നില്ല. പക്ഷേ എന്നാൽ സ്ക്രീൻ ഉണ്ട് താനും, അതായത് പ്രോപ്പറായിട്ട് ബ്ലൂ ബാക്ക് വരുന്നില്ല എന്നാണ്. അപ്പോൾ ഹീറ്റർ ട്യൂബിൻ്റെ ബാക്കിൽ ഫിലമെൻ്റ് കത്താൻ സഹായിക്കുന്ന ഒരു വോൾട്ടേജാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോയിൽ കിടപ്പുണ്ട്. ആ കോയിലിനെ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് വിടണം. അപ്പോൾ അതല്ല സംഭവം കംപ്ലൈൻറ്റ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻ വരാനൊന്നും പോകണില്ല. ട്യൂബിൻ്റെ ബാക്ക് ഫിലമെൻ്റ് കത്താതിരുന്നാലാണ് അത് ഫിലമെൻ്റ് കത്താതിരുന്നാൽ LOTയിൽ ബ്രൈറ്റ് കൂട്ടുമ്പോൾ പോലും അവിടെ റീട്രേസ് ലൈൻ പോലും വരത്തില്ല. പിന്നെ ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് റീട്രേസ് ലൈനായി വന്ന് നിൽക്കും. പിന്നെ ഡ്രൈ സോൾഡറിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതേപോലെ റീട്രേസ് ലൈനായി വന്ന് നിൽക്കും. ബ്രൈറ്റ് കൂട്ടുമ്പോൾ റീട്രേസ് ലൈൻ, അല്ലെങ്കിൽ ബേസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേപോലെ റീട്രേസ് ലൈനായി വന്ന് നിൽക്കും. അപ്പോൾ എന്തായാലും ഡ്രൈ സോൾഡറിങ് ചെയ്ത് ബേസ് ബോർഡും ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ട് ബേസ് ബോർഡിലെ ഡിസ്കും മാറ്റിയിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഫൈനലി ബേസ് ബോർഡിൻ്റെ ഡ്രൈ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇതൊരു കോയിലാണ്. അത് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഷോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് എന്നാലും വെറുതെ ഷോർട്ട് ചെയ്തു. പിന്നെ ABL സൈഡൊക്കെ ഡ്രൈ സോൾഡറിങ് ചെയ്തു. പിന്നെ ബേസ് ബോർഡിൽ SMD IC ഉൾപ്പെടെ കംപ്ലീറ്റ്ലി ഡ്രൈ സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ABLുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണത്. പിന്നെ ബേസ് ബോർഡ് പിന്നെ ബേസ് ബോർഡിലെ ഡിസ്കും ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ TV ഏകദേശം 1.5 വർഷത്തിന് മുമ്പേ ഒരു അമ്മച്ചി വന്നെടുത്തതാണ്. അപ്പോൾ സൗണ്ട് മാത്രം കേൾക്കുന്നു, ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അവർ കുറച്ച് പൈസയും കൂടെ തന്നിട്ട് ഒനിയുടെ അൾട്രാസ്ലിമിൻ്റെ TV ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഈ ഡിസ്ക്കാണ് മാറ്റിയത്. ഇതിൽ 100 ഡിസ്ക്കാണത്. അപ്പോൾ ഇത്തിരി വലിയ ഇഷ്യൂ ആണ് ഈ ഒരു കംപ്ലൈൻറ്റ്. ഈ സ്ക്രീനിൽ തന്നെ 2-3 ഫോൾട്ട് ഉണ്ട്, സ്ക്രീൻ ഫോൾട്ട്. ഇനി സ്ക്രീൻ വരുന്നുണ്ടോ, അതായത് ബ്ലൂ ബാക്ക് ഗ്രെയിൻസ് വരുന്നുണ്ടോ എന്ന് TV ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ തന്നെ 3-4 ടൈപ്പ് കംപ്ലൈൻ്റ് ഉണ്ട്. ഒന്ന് സ്ക്രീൻ വരാത്തത്, രണ്ടാമത് ഫുൾ റീട്രേസ് ലൈനായി നിൽക്കുന്നത്, മൂന്നാമത് ഇപ്പോൾ ഉള്ള കംപ്ലൈൻറ്റ്, അതായത് ബ്രൈറ്റ് കൂട്ടുമ്പോൾ റീട്രേസ് ലൈനായി നിൽക്കുന്നത്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ബ്ലൂ ബാക്ക് വന്നിട്ടുണ്ട്, ഇപ്പോൾ കറക്റ്റ് സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നിൽക്കേണ്ടത്. നേരത്തെ നിന്നത് ബ്രൈറ്റ് കൂട്ടുമ്പോൾ റീട്രേസ് ലൈനായിട്ട് വരുന്നു, ബ്രൈറ്റ് കുറയ്ക്കുമ്പോൾ ഫുൾ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നു. കംപ്ലൈൻ്റ് ആണത്. അപ്പോൾ കംപ്ലൈൻറ്റ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര 3-4 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. ചിലത് സ്ക്രീൻ വന്നിട്ട് പയ്യെ ഇങ്ങനെ മങ്ങി അങ്ങ് പോവും. ചിലത് ഫിലമെൻ്റ് കത്തില്ല, അതായത് ട്യൂബിൻ്റെ ബാക്ക് കത്തില്ല. അങ്ങനെ 3-4 ടൈപ്പ് സ്ക്രീനിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഏതായാലും കംപ്ലൈൻറ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്.